നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരൂൻ വൈഷ്ണവാം ച ശ്രീരൂപം സഗ്രജാതം സഹഗണരഘുനാഥാനിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണലളിതാ ശ്രീവിശാഖാന്വിതാം ച. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരൂഭ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭോ നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരേ. ഹരേ കൃഷ്ണ. ഓം തത്സത്. ഹരേ കൃഷ്ണ. രാമായണത്തിന്റെ 12 ദിവസങ്ങൾ നമ്മൾ പിന്നിടുമ്പോൾ ആധ്യാത്മിക രാമായണം എഴുത്തച്ഛന്റെ ബാലകാണ്ഡവും അയോധ്യാകാണ്ഡവും നമ്മൾ കഴിഞ്ഞു. ഇനി നമ്മൾ ആരണ്യ കാണ്ഡത്തിലേക്കാണ് പോകുന്നത്. ആരണ്യകാണ്ഡത്തിലേക്ക് തുടക്കം ഒരുപാട് കാര്യങ്ങൾ ആരണ്യകാണ്ഡത്തിൽ പറയാനുണ്ട്. അപ്പൊ ഇന്ന് ആ 13ാമത്തെ ദിവസം തീർക്കേണ്ട പേജുകൾ 13 പേജുകൊണ്ടും തീരത്തില്ല. ഒരു പക്ഷേ അടുത്ത ആഴ്ചയോ അതിനടുത്ത ആഴ്ചയോ ആയി തീരത്തുള്ളൂ. കാര്യം അത്രയും സംഭവ ബഹുലമായ കഥകളാണ് ആരണ്യകാണ്ഡത്തിന്റെ ആദ്യത്തെ കുറച്ച് ഭാഗം. അതായത് അഗസ്ത്യ മുനി കഴിഞ്ഞ് അവിടെ വരെ അഗസ്ത്യാശ്രമത്തിൽ പ്രവേശിക്കുന്നത് വരെ, അതായത് പഞ്ചവടി പ്രവേശനം തൊട്ട് മുമ്പുള്ള ഭാഗം വരെയാണ് 13 വരുന്നത്. അപ്പൊ അവിടെ ഒരുപാട് സംഭവബഹുലമായ ഒരുപാട് കാര്യങ്ങളാണ് ചെയ്തത്. വീണ്ടും ഞാൻ പറയുകയാണ്, കർമ്മഫലത്തിന്റെ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് വീണ്ടും വരുന്നു. അതായത് കർമ്മഫലത്തിനനുസരിച്ചിട്ട് വന്ന ജന്മങ്ങളും അത് കണ്ട് ശ്രീരാമദേവനെ കണ്ടിട്ട് ശ്രീരാമദേവന്റെ സ്പർശനം കിട്ടിയിട്ട് ഉള്ള അനുഗ്രഹങ്ങളും ഒക്കെ ആയിട്ട് ഈ വനത്തിലൂടെ സഞ്ചരിക്കുമ്പം കുറെ അസുരന്മാർക്ക് മോക്ഷമൊക്കെ കിട്ടുന്ന ഒരുപാട് കഥകളുണ്ട് ഇതിനകത്ത്, ചരിത്രങ്ങളുണ്ട്. അപ്പൊ നമുക്ക് ആ ഭാഗത്തോട്ട് നമുക്കൊന്ന് നോക്കാം. വായിച്ചതിന് ശേഷം രാമായണത്തിലോട്ട് നമുക്ക് പോവാം. അപ്പം ഇവിടെ നമ്മള് അത്രിമുനിയെ പ്രവേശിച്ചത് നമ്മൾ കണ്ടു. അത്രിമുനിയുടെ ഭാര്യയുടെ പേരെന്തായിരുന്നു? മ്യൂട്ടാണ്. അനസൂയ. അതെ, അനസൂയ. അപ്പം അങ്ങനെ രാമനും സീതയും ലക്ഷ്മണനും അത്രിമുനിയുടെ ശിഷ്യന്മാരുടെ സഹായത്തോടെ ദണ്ഡകവനത്തിനാണ് എത്തുന്നത്. അരണ്യകാണ്ഡത്തില് ദണ്ഡകവനം സൂക്ഷിച്ചിരിക്കണം. ദണ്ഡകവനത്തിനാണ് എത്തിയിരിക്കുന്നത്. രാക്ഷസന്മാരുടെ ഭീഷണി ആ വനത്തിൽ എന്നുമുണ്ട്. ഭീകരന്മാരും ശക്തന്മാരുമായ ധാരാളം രാക്ഷസന്മാർ അവിടെയുണ്ട്. ചീവീടുകളുടെ ധംകാരവും സിംഹം, പുലി, ആന, കടുവ എന്നീ കാട്ടുമൃഗങ്ങളുടെ ഗർജനവും കേൾക്കാം. മരങ്ങൾ ഇടതിങ്ങിയ ഘോരവനമാകിയാൽ സൂര്യവെളിച്ചം വളരെ കുറവാണ്. മൂവരും വളരെ കരുതലോടെ തന്നെയാണ് ദണ്ഡകവനത്തിൽ യാത്ര ചെയ്യുന്നത്. അപ്പം അമ്പും വില്ലും ഒക്കെ ശ്രീരാമേന്ദ്രൻ വെച്ചിട്ടുണ്ട്. പിന്നീട് ധനുധരനായ ലക്ഷ്മണൻ പറയുന്നുണ്ട്, രണ്ടുപേർക്കും നടുവിൽ സുരക്ഷിതയായ സീത. കുറേ ദൂരം നടന്നു. മനോഹരമായ ഒരു തടാകം, അതിലിറങ്ങി വെള്ളം കുടിച്ചു, ക്ഷീണം തീർത്തു, അല്പസമയം തണലത്ത് വിശ്രമിച്ചു. നമ്മൾ പണ്ട് ശബരിമല പോകുമ്പോഴും ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ കാൽനടയായിട്ടൊക്കെ പോകുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവിടെ നല്ല തണുത്ത്, ഹരേ കൃഷ്ണ പയാൻ ടീച്ചർ, ഹരേ കൃഷ്ണ, നല്ല തണുത്ത് നമ്മളെ ഈ മലയിൽ നിന്ന് ഉരുകി വരുന്ന വെള്ളം കിട്ടുമായിരുന്നു. ശശിംപ്രഭു പോയിട്ടുണ്ടോ? അപ്പൊ അവിടുന്ന് വെള്ളം കുടിക്കും. നല്ല ശുദ്ധമായ വെള്ളമാണ് കിട്ടുന്നത്. നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇപ്പോഴും വായിൽ വെള്ളം ഊറുന്നുണ്ട് ആ വെള്ളത്തിന്റെ ടേസ്റ്റ് പറയുന്നത്. അപ്പൊ അവിടെ അങ്ങനെ
വിശ്രമിച്ച സമയത്ത് ഒരു ഭയങ്കര സത്വം വരികയാണ്. കണ്ടാൽ പേടിയാവും. ഒരു അത്ഭുത രാക്ഷസൻ, പേര് വിരാധൻ. അവിടെയാണ് വിരാധവധം വരികയാണ്. വിരാധൻ അവൻ ചില്ലറക്കാരനല്ല, മല പോലെ വലിപ്പം, വാ തുറന്നാൽ 3 പേരും കൂടി ഒരു ഉരുളയ്ക്ക് വലിപ്പമേ ഉള്ളൂ. അലറി പാഞ്ഞുകൊണ്ടാണ് വരവ്. ഇടതുതോളിലെ ശൂരത്തിൽ മനുഷ്യരെയാണ് കുത്തിക്കോർത്തിട്ടിരിക്കുന്നത്. വായിൽ കാണുന്ന തേറ്റകൾ കൊണ്ട് കാട്ടുമൃഗങ്ങളെ കൊന്നുതിന്നും രാമാദികളെ ലക്ഷ്യം വെച്ച് തന്നെയാണ് അവന്റെ വരവ്. കാര്യം മനസ്സിലാക്കി രാമലക്ഷ്മണന്മാർ അവനെ നേരിടാൻ തന്നെ തയ്യാറായി നിന്നു. അവർ ഉറക്കെ അറിയെടുത്തു, തന്റെ അറിവ് കൂടാതെ കാട്ടിൽ സഞ്ചരിക്കുന്നത് ആരാണ്? എന്തിനു വേണ്ടിയാണ് ഈ ഘോരവനത്തിൽ എത്തിച്ചേരാൻ ഇവർക്ക് എങ്ങനെ ധൈര്യമുണ്ടായി? ഇതൊക്കെ രാക്ഷസൻ സംശയിച്ചു. രാക്ഷസൻ ചോദിക്കുകയുണ്ടായി. തങ്ങൾ രാമലക്ഷ്മണന്മാരാണെന്ന് അറിഞ്ഞു. സീത രാമന്റെ പത്നിയും വന്നത് നിന്നെ പോലുള്ള ദുഷ്ടരാക്ഷസന്മാരെ കൊല്ലാൻ. അത് കേട്ട് അവൻ ക്രൂധനായി. മുനിവേഷധാരികളാണെങ്കിലും അഹങ്കാരികളാണ്. നിങ്ങൾക്ക് എന്നെ അറിയില്ല. മഹാമുനികൾ പോലും ഈ വനം വിട്ട് പോയിരിക്കുകയാണ്. ജീവൻ വേണമെങ്കിൽ സീതയെ ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെട്ടുകൊള്ളില്ല, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ ഈ വായ്ക്കകത്താക്കും. വായ് തുറന്നുകൊണ്ട് അവൻ പാഞ്ഞു വന്നു. അപ്പൊ അവിടെ അവൻ പറയുന്നത് ശ്രദ്ധിച്ചോണം. സീതയെ നിർത്തിയിട്ട് പൊയ്ക്കൊള്ളാനാണ് പറയുന്നത്. അപ്പൊ അവിടെ അവനും വൈശിക സുഖത്തിലോട്ട് വന്നു. അതിന് ഉള്ള തക്ക ശിക്ഷ ശ്രീരാമചന്ദ്രൻ കൊടുക്കാൻ പോവുകയാണ്. രാമൻ അമ്പ ചെയ്ത് അവന്റെ കൈകൾ വെട്ടി, കാലുകൾ അരിഞ്ഞു. എന്നിട്ടും ആ ഭീകരസത്വം വിടുന്ന മട്ടില്ല. വാ തുറന്ന് രാമനെ വിഴുങ്ങാനെടുത്തു. അപ്പോൾ തലയും വെട്ടി. അവന്റെ ജഡം ഒരു പർവ്വതം പോലെ നിലം പതിച്ചു. ഉടനെ ഉടലിൽ നിന്ന് ഒരു സുന്ദര രൂപം പുറത്തു വന്നു. അവനാണ് വിദ്യാധരൻ. അതൊരു ഗന്ധർവനാണ് വിദ്യാധരൻ. ദുർവാസാവ് മഹർഷിയുടെ ശാപത്തിലാണ് വിദ്യാധരന് അങ്ങനെ വന്നത്. പിന്നീട് ദുർവാസാവ് മഹർഷി തന്നെ ശാപമോക്ഷം കൊടുത്തിട്ടുണ്ട്. ശ്രീരാമചന്ദ്രനെ കാണുമ്പോൾ ശ്രീരാമചന്ദ്രന്റെ സ്പർശനം കിട്ടുമ്പോൾ മോക്ഷം കിട്ടുമെന്നവർ. അങ്ങനെ വിരാധവധം കഴിഞ്ഞ് രാമസീത ലക്ഷ്മണന്മാർ നേരെ തിരിഞ്ഞ് അടുത്ത വനത്തിൽ, നേരത്തെ വനം ഏതായിരുന്നു? ഏത് വനത്തിന്റെ പേരായിരുന്നു ഞാൻ പറഞ്ഞത്? ദണ്ഡകവനം. ഇനി വരുന്നത് ശരഭംഗ വനത്തിലാണ്. വൃന്ദാവനത്തിലൂടെ പോകുമ്പോൾ ഒരുപാട് വനങ്ങളുടെ പേര് കേൾക്കാം. അതുപോലെ തന്നെയാണ് ആരണ്യകാണ്ഡത്തിൽ ചെല്ലുമ്പോഴും ഓരോ വനങ്ങളുടെ പേര് പറയുകയാണ്. അപ്പം ശരഭംഗ വനത്തിലേക്കാണ്. അവിടെയാണ് ശരഭംഗ മഹർഷിയുടെ ആശ്രമം. ശ്രീരാമനെ കണ്ട ഉടനെ മഹർഷിയെ എതിരേറ്റു, ഇരിപ്പിടം നൽകി പൂജിച്ചു. മഹർഷി ശ്രീരാമന്റെ വരവും കാത്തിരിക്കുകയായിരുന്നു. തന്റെ തപസാൽ നേടിയെടുത്ത പുണ്യമെല്ലാം ശ്രീരാമന് നൽകി. മഹർഷി സ്വയം അഗ്നിയിൽ ഇഴിച്ച് മോക്ഷമെടുത്തു. അത് ശ്രീരാമേന്ദ്രന്റെ അടുത്തൊക്കെ ചോദിച്ചിട്ടാണ് ചെയ്യുന്നത്. എനിക്ക് ഇനി ഈ ദേഹവിയോഗം ചെയ്യണം എന്നൊക്കെ പറയും. ശ്രീരാമേന്ദ്രന്റെ അനുഗ്രഹത്തോടെ അവിടെ അഗ്നിയിൽ പ്രവേശിക്കുകയാണ്. ശരഭംഗൻ ബ്രഹ്മലോകം പൂകിയ വാർത്തയറിഞ്ഞ് ദണ്ഡകാരണ്യത്തിലെ മുനിമാരെല്ലാം ശ്രീരാമ ദർശനത്തിന് ശരഭംഗാശ്രമത്തിലെത്തി. മൂവരും മഹർഷിമാരെ വണങ്ങി കുശലമന്വേഷിച്ചു. അവരിൽ നിന്ന് ശ്രീരാമൻ ഋഷിമാരുടെ ദുഃഖം മനസ്സിലാക്കി. കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് അവർ മുനിമാർ പാർക്കുന്ന വനഭാഗങ്ങൾ കാണാനിറങ്ങി. അതുകൊണ്ട് കാര്യങ്ങൾ നേരിട്ട് കണ്ടറിയാൻ കഴിഞ്ഞു. വനത്തിൽ പലയിടത്തും അസ്ഥികളും തലയോടും നിറഞ്ഞ കൂമ്പാരങ്ങൾ. എല്ലാ മഹർഷിമാരുടേതാണ്. മാംസം ഭക്ഷിച്ച് ഉപേക്ഷിക്കപ്പെട്ടവ. ദുഷ്ടന്മാരായ രാക്ഷസന്മാർ കൊന്നുകൂട്ടിയ മഹർഷിമാരുടെ എണ്ണമോർത്ത് ശ്രീരാമൻ ദുഃഖിച്ചു. ചുറ്റും കൂടി നിന്ന മഹർഷിമാരുടെ മുമ്പിൽ വെച്ച് തന്നെ ശ്രീരാമൻ അവരെ പറഞ്ഞ് ആശ്വസിപ്പിച്ചു. പ്രതിജ്ഞയെടുത്തു, രാക്ഷസന്മാരെ എല്ലാം ഞാൻ കൊന്നെടുക്കും. രാമനും സീതയും ലക്ഷ്മണനും മഹർഷിമാരുടെ ആശ്രമങ്ങൾ ഓരോന്നായി കയറി അവിടെ എല്ലാവരെയും കുശലാന്വേഷണങ്ങളൊക്കെ ചെയ്തു. അവരുടെ ദുഃഖത്തിൽ പങ്കുചേർന്ന് ഓരോരുത്തരുടെയും നിർദ്ദേശമനുസരിച്ച് ദുഷ്ടന്മാരായ രാക്ഷസന്മാരെ ദിനം പ്രതി കൊന്നൊടുക്കി. കുറെ വർഷങ്ങൾ അവിടെ താമസിച്ചു. മഹർഷിമാരെല്ലാം സുരക്ഷിതരായി. പിന്നീട് പോയത് അല്പം അകരെയുള്ള സുതീഷ്ണ ആശ്രമത്തിലേക്കാണ്. ദണ്ഡകവനത്തിൽ ചെന്ന് അടുത്തിരുന്നത് സുതീഷ്ണ ആശ്രമത്തിലാണ്. പ്രകൃതി അനുഗ്രഹിച്ച സമ്പന്നമായ വനം. അവിടെ ധാരാളം മഹർഷിമാർ തിങ്ങിപ്പാർത്തുന്നു. സുതീഷ്ണൻ അഗസ്ത്യമുനിയുടെ മുഖ്യ ശിഷ്യനാണ്. ശിഷ്യനെ വന്ദിച്ച് എല്ലാവരും അഗസ്ത്യമുനിയുടെ അടുത്തേക്ക് പോയി. പോകുന്ന വഴിക്കാണ് അഗസ്ത്യമുനിയുടെ അനുജൻ താമസിക്കുന്നത്, അഗ്നിജിഹ്വാൻ. അഗസ്ത്യമുനിയുടെ അനിയന്റെ പേരാണ് അഗ്നിജിഹ്വാൻ. അവിടെ കയറി മഹർഷിയെ വന്ദിച്ച് അഗസ്ത്യമുനിയുടെ അടുത്തിരുന്നു. ബ്രഹ്മലോകത്തിന് തുല്യമാണ് അഗസ്ത്യാശ്രമം. രാമമന്ത്രത്തിന്റെ അർത്ഥം വ്യാഖ്യാനിച്ചു കൊടുത്തിരുന്ന മുനി ഉടനെ തന്നെ രാമന്റെ അടുത്തെത്തി. മൂവരും മുനിയെ വണങ്ങി. മുനി അവിടെ ആശ്രമത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എന്നിട്ടോ ശ്രീരാമൻ ജ്ഞാനോപദേശം നൽകി. പണ്ട് ദേവേന്ദ്രൻ നൽകാൻ ഏൽപ്പിച്ചിരുന്ന ദിവ്യ ആയുധങ്ങൾ കൊടുത്ത് അനുഗ്രഹിച്ചു. അഗസ്ത്യമുനിയുടെ ബ്രദറിന്റെ പേരെന്താ? അഗ്നിജിഹ്വൻ. അപ്പം അവിടെ ഒരു കഥ വീണ്ടും സീതാദേവിയുമായിട്ട് സംസാരിക്കുന്നുണ്ട്. അടുത്ത ദിവസം പറയാം. സീതാദേവി ശ്രീരാമചന്ദ്രന്റെ അടുത്ത് ഒരു ജ്ഞാനം ഉപദേശിക്കും കൊടുക്കുന്നുണ്ട്. വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. നല്ല രസമാണ്. ഞാൻ ഈ ദേവേന്ദ്രൻ നൽകാൻ
ദേവേന്ദ്രൻ നൽകാൻ ഏൽപ്പിച്ച് ദിവ്യായുധങ്ങൾ കൊടുത്ത് അനുഗ്രഹിച്ചപ്പോൾ അവിടെ നിന്ന് മൂവരും പഞ്ചവടിയിൽ തിരിച്ചു. ഗോദാവരി നദീതീരത്തുള്ള ആ പുണ്യ ഭൂമി ശേഷിച്ച വനവാസക്കാലം കഴിക്കാൻ അനുയോജ്യമാണ്. വഴിമധ്യേ മല പോലുള്ള ഒരു സത്വം. ആരാണത്? അവിടെയാണ് വീണ്ടും വേറൊരു ടേണിംഗ് പോയിന്റ് വരുന്നത്. വലിയൊരു സത്വത്തെ കാണും. ശ്രീരാമചന്ദ്രൻ വിചാരിക്കും, തിരിച്ചറിയുന്നില്ല, ഒരു വയസ്സായ ഒരു സത്വം. വീണ്ടും അസുരന്മാരാരെങ്കിലും ആണ് എന്ന് നോക്കും. അപ്പം ആ ഭക്ഷ്യശ്രേഷ്ഠനാണ് ജടായു. അങ്ങനെ ജടായു ദശരഥന്റെ ആദ്യകാല സുഹൃത്ത്, കടുകന്റെ വംശത്തിൽ പിറന്ന ആ ജടായുവിനെ ശ്രീരാമചന്ദ്രൻ ആദ്യം വധിക്കാൻ എന്നൊക്കെ നോക്കും. അപ്പോഴാണ് ജടായു ആരാണെന്ന് പറയുന്നത്. അതോടെ ശ്രീരാമചന്ദ്രൻ പ്രിയപ്പെട്ടവനായി തീർന്നു. അവിടെ രണ്ടുപേരും ആ സൗഹൃദം റീ എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ്. ദശരഥനുമായിട്ടുള്ള ആ സൗഹൃദത്തിന്റെ ആ ഓർമ്മ. അങ്ങനെ ജടായു ശ്രീരാമചന്ദ്രന്റെ പ്രിയപ്പെട്ടവനായി തീർന്ന് ജടായുവും പഞ്ചവടിക്ക് തന്നെ സമീപം തന്നെ താമസം ഉറപ്പിച്ചു. അതോടുകൂടി 13ാമത്തെ ദിവസം രാമായണം കഴിയുകയാണ്. ഇത് വായിക്കുമ്പോൾ നമുക്കറിയാം, ഇത്രയും പറഞ്ഞെങ്കിലും ഉള്ളെങ്കിലും സംഭവബഹുലമായ കഥകളാണ്. വളരെ സംഭവബഹുലമാണ്. ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പം അധ്യാത്മ രാമായണത്തിന്റെ 13ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ അതിൻ്റെ എഴുത്തച്ഛൻ കൊടുത്തിരിക്കുന്ന ആ ഇൻട്രൊഡക്ഷനും കൂടെ നമുക്കൊന്ന് വായിക്കാം. സുമാജിക്കൊന്ന് വായിക്കാൻ പറ്റത്തില്ലേ? ഉണ്ടല്ലേ? അത്രാശ്രമത്തിൽ ഒരു നാൾ മുനിമാരുടെ സാഹചര്യത്തിൽ താമസിച്ച് വിശ്രമിച്ച ശേഷം. ഹരേ കൃഷ്ണ. അത്യാശ്രമത്തിൽ ഒരു നാൾ മുനിമാരുടെ സാഹചര്യത്തിൽ താമസിച്ചു വിശ്രമിച്ച ശേഷം മഹർഷിയുടെ ആശീർവാദത്തോടെ രാമാദികൾ ദണ്ഡകാരണ്യത്തിലേക്ക് പുറപ്പെട്ടു. ധില്ലീധംകാര മണ്ഡിതവും സിംഹ വ്യാഘ്രാദി മൃഗഗണാകീർണവും ഘോര രാക്ഷസ കുല സേവിതവും ക്രൂര സർപ്പാദിപൂർണവും ഭയാനകവുമായ വനാന്തരങ്ങളിലൂടെ സഞ്ചരിക്കവേ ഭീകര സ്വരൂപിയായ വിരാധൻ എന്ന രാക്ഷസനെ നിഗ്രഹിച്ചു. ദുർവാസാവിന്റെ ശാപവശാൽ രാക്ഷസനായി ഭവിച്ചിരുന്ന വിരാധൻ പൂർവ്വ വിദ്യാധര രൂപം പ്രാപിക്കുകയും ശ്രീരാമനെ സ്തുതിക്കുകയും ചെയ്തു. അനന്തരം രാമാദികൾ ശരഭംഗാശ്രമത്തിൽ എത്തി മുനിമാരെ സന്ദർശിച്ചു. പിന്നെ സുതീക്ഷ്ണൻ, അഗസ്ത്യൻ എന്നീ മുനിമാരുടെ ആശ്രമങ്ങൾ സന്ദർശിച്ചു. തുടർന്നുള്ള യാത്ര മധ്യേ ജടായുവിനെ അനുഗ്രഹിച്ചു. പഞ്ചവടിയിൽ പ്രവേശിച്ച ലക്ഷ്മണന്മാർ അവിടം വാസയോഗ്യമെന്ന് കണ്ടു പർണശാല നിർമ്മിച്ചു താമസം ഉറപ്പിച്ചു. അവിടെ വെച്ചാണ് ശ്രീരാമൻ ഭ്രാതാവിന് മുക്തിമാർഗോപദേശം ചെയ്യുന്നത്. ലക്ഷ്മണോപദേശം തികച്ചും വേദാന്തപരമാണ്. സുന്ദരി വേഷധാരണിയായ ശൂർപ്പണഖ രാമലക്ഷ്മണന്മാരെ സമീപിച്ച് വിവാഹാഭ്യർത്ഥന നടത്തി. ഇരുവരും നിരസിച്ചപ്പോൾ കോപിഷ്ഠയായി തീർന്ന ശൂർപ്പണഖയുടെ സ്തനനാസികകൾ ലക്ഷ്മണൻ ഛേദിച്ചതോടെ രാക്ഷസീ രൂപം പ്രാപിച്ചു. അവൾ സ്വസഹോദരന്മാരായ ഖരദൂഷണ ത്രിശിരസുകളെ സമീപിച്ച് സങ്കടം പറഞ്ഞു. അവർ യുദ്ധത്തിനു പുറപ്പെട്ടു. ശ്രീരാമൻ അവരെ നിഗ്രഹിച്ചു. രാക്ഷസ നിഗ്രഹത്തിൽ സന്തുഷ്ടരായ മുനിമാർ സീതാരാമന്മാർക്ക് മായാപീഡ ഉണ്ടാകാതിരിക്കുന്നതിന് ദിവ്യമായ അങ്കുലീയവും ചൂടാമണിയും കവചവും നിർമ്മിച്ചു നൽകി. ശൂർപ്പണഖ സഹോദരനായ രാവണനെ സമീപിച്ച് സങ്കടങ്ങൾ അറിയിച്ചു. സീതയുടെ സൗന്ദര്യം ശൂർപ്പണഖയിൽ നിന്ന് മനസ്സിലാക്കിയ രാവണൻ രാമപത്നിയെ സ്വന്തമാക്കാനായി എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചു. രാവണൻ ഹരേ കൃഷ്ണ. ഉണ്ടോ? വായിക്കാൻ പറ്റത്തില്ലേ? ഇല്ല. ഓക്കേ, വായിച്ചോളൂ സുമാജി. രാവണൻ രാമഭക്തനായ മാരീചന്റെ വാസസ്ഥലത്തെത്തി. മാരീചൻ സ്വർണമാനായി ചെന്ന് സീതയെ ആകർഷിക്കാമെന്നും ലക്ഷ്മണനെ കൗശലത്തിൽ അകറ്റാമെന്നും തത്സമയം ഭിക്ഷുരൂപത്തിൽ രാവണൻ പ്രത്യക്ഷപ്പെട്ടു. സീതയെ അപഹരിക്കാമെന്നും നിശ്ചയിച്ചു. തുടർന്ന് മാരീച നിഗ്രഹം നാടകീയമായി നടന്നു. രാവണൻ സീതയെ അപഹരിച്ചു തേരിലേറ്റി ആകാശമാർഗത്തിലൂടെ കൊണ്ടുപോയി. സീതയുടെ ആക്രന്ദനം കേട്ട രാമഭക്തനായ ജടായു രാവണനുമായി മല്ലിട്ട് സീതയെ രക്ഷിക്കാൻ ശ്രമിക്കവേ പക്ഷിയുടെ പക്ഷങ്ങൾ രാവണൻ മുറിച്ചു.
ശ്രീരാമൻ വന്നു കാണും വരെയും ജീവൻ ഒടുങ്ങിയില്ല എന്ന് സീത ജടായുവിനെ അനുഗ്രഹിച്ചു. സീതാന്വേഷണത്തിന് പുറപ്പെട്ട രാമലക്ഷ്മണന്മാർ ജടായുവിൽ നിന്ന് സംഗതികൾ ഗ്രഹിച്ചു. ജടായു രാമനെ സ്തുതിച്ചു. രാമൻ ജടായുവിനെ വിഷ്ണുപദം നൽകി അനുഗ്രഹിച്ചു. രാമലക്ഷ്മണന്മാർ യാത്ര തുടരവേ അഷ്ടാവക്ര മുനിയാൽ ശബ്ദനായ കബന്ധനു മോക്ഷം നൽകി. കബന്ധ നിർദ്ദേശം അനുസരിച്ച് രാമലക്ഷ്മണന്മാർ മദംഗ മുനിയുടെ ശബര്യാശ്രമത്തിലേക്ക് പോയി. ശബരി രാമലക്ഷ്മണന്മാരെ ഭക്ത്യാദരപൂർവ്വം സൽക്കരിച്ചു. എല്ലാം കൈക്കൊണ്ട ശ്രീരാമൻ ശബരിയെ അനുഗ്രഹിച്ചു മോക്ഷം നൽകി. സീതാദേവിയെ ദശകണ്ഠൻ ലങ്കയ്ക്ക് കൊണ്ടുപോയിരിക്കുകയാണെന്നും ഋഷിമൂകാചലത്തിൽ ബാലിയെ പേടിച്ചു വസിക്കുന്ന സുഗ്രീവനുമായി സഖ്യം ചെയ്ത് സീതയെ വീണ്ടെടുക്കാൻ യത്നിക്കണമെന്നും ശ്രീരാമന് മാർഗദർശനം നൽകിയ ശേഷം ശബരി ദേഹത്യാഗം ചെയ്തു. ഹരേ കൃഷ്ണ. ഇപ്പൊ ആരണ്യകാന്ഡം അയോധ്യാകാന്ഡത്തെക്കാൾ സംഭവബഹുലമാണ്. അയോധ്യാകാന്ഡം നഗരത്തിൽ നടന്നതാണെങ്കിൽ ഇന്ന് ഇവിടെ നടക്കുന്നത് ആരണ്യകാന്ഡം വനത്തിൽ നടക്കുകയാണ്. ഇപ്പം ഇതൊരു നിയോഗമാണ്. അതുകൊണ്ടാണ് ശ്രീരാമചന്ദ്രന്റെ ആ അവതാര ഉദ്ദേശത്തില് വനവാസം പറഞ്ഞിരിക്കുന്നത്. കാര്യം വനത്തിലേക്ക് വന്നെങ്കിൽ മാത്രമേ വനത്തിൽ ഒരു പ്യൂരിഫിക്കേഷൻ നടത്തേണ്ടത് ആവശ്യമാണ്. കുറെ അസുരന്മാർക്ക് മോക്ഷം കൊടുക്കണം, അതുപോലെ അവിടെ താമസിക്കുന്ന മഹർഷിമാരെ സംരക്ഷിക്കണം. ഇതിനെല്ലാം അപ്പം ഭഗവാന്റെ ജന്മകർമ്മചമേ ദിവ്യം സ്മിതമായ ശ്ലോകം ഏതാണ്? സുശീംപ്രഭു ഓർമ്മയുണ്ടോ? ജന്മകർമ്മചമേ ദിവ്യം അതാണോ പ്രഭു? അതെ അതെ. ഏവം യോ വേത്തി തത്വതഃ ത്യക്ത്വാ ദേഹം പുനർജന്മ നൈതി മാമേതി സ അർജുന. അർത്ഥം കൂടെ എത്രാമത്തെ ശ്ലോകമാണ് ഇത് വരുന്നത്? എന്തോ ശീലപ്രഭുപാദരുടെ പ്രീച്ചിങ്ങില് ഏറ്റവും കൂടുതൽ പ്രാവശ്യം പറഞ്ഞിരിക്കുന്ന ആ ഒരു ശ്ലോകങ്ങളിൽ ഒന്നാണത്. ജന്മ കർമ്മചമേ ദിവ്യം. കിട്ടിയ 4-ാമത്തെ 9-ാമത്തെ ശ്ലോകം 4-9. Translation by Srila Prabhupada, Jai Srila Prabhupada. One who knows the transcendental nature of my appearance and activities does not, upon leaving the body, take his birth again in this material world, but attains my eternal abode, O Arjuna. അപ്പം സുമാരി എഴുതി വെച്ചോളൂ. ജന്മകർമ്മചമേ ദിവ്യം ഏവം യോ വേത്തി തത്വതഃ ത്യക്ത്വാ ദേഹം പുനർജന്മ നൈതി മാമേതി സോ അർജുന. അല്ലയോ അർജുന, എന്റെ ജനനത്തിന്റെയും പ്രവർത്തികളുടെയും അതീന്ദ്രിയ സ്വഭാവം ഗ്രഹിച്ചവർ മരണശേഷം വീണ്ടും ഭൗതിക ലോകത്തിൽ പിറക്കുന്നില്ല, അവർ ശാശ്വതമായ എന്റെ ലോകത്തിലെത്തുന്നു. ഇവിടെ അർജുനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരിക്കലും ഇപ്പൊ നമ്മൾ ആ 2nd ചാപ്റ്ററിൽ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ആത്മാവിനെ നശിപ്പിക്കാൻ പറ്റുന്നില്ല, ഈ ജന്മം കൊണ്ട് ആത്മാവ് തീരുന്നില്ല. അപ്പം ഈ ആത്മാവ് പല ജന്മങ്ങളിലായി പല കർമ്മങ്ങളുടെ ഫലമായിട്ട് വരും. അപ്പൊ അർജുന, നിനക്കും എനിക്കും ജന്മങ്ങൾ അനേകമുണ്ട്, പക്ഷെ നീ ഭൗതികമായത് കൊണ്ട് നിനക്കത് ഓർമ്മിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഞാൻ അതീന്ദ്രിയ ഭാവത്തിലായതുകൊണ്ട് മാത്രം കൊണ്ട് ഇതിന്റെ എല്ലാം ഉറവിടം ഞാനായതുകൊണ്ടും അതിനെപ്പറ്റി എനിക്ക് ഓർമ്മിക്കാൻ കഴിയും. അപ്പൊ എന്റെ ഈ അതീന്ദ്രിയ ഭാവത്തെ മനസ്സിലാക്കിയവർക്ക് പിന്നെ ഈ ഭൂമിയിലേക്കുള്ള തിരിച്ചു വരവില്ല. ഇപ്പൊ ശ്രീരാമചന്ദ്രൻ എന്തുകൊണ്ടാണ് സാധാരണ മനുഷ്യനായി നമ്മൾക്ക് തോന്നുമ്പോൾ നമ്മുടെ ദൃഷ്ടിയിൽ സാധാരണ മനുഷ്യനായി വന്നതും സാധാരണ രാജാവിന്റെ രൂപത്തിൽ വന്നതും പിന്നെ വനത്തിലേക്ക് പോകുന്നതും ഒക്കെ ആ ജന്മകർമ്മചമേ ദിവ്യം, പല പല സംഭവ ബഹുലമായ കാര്യങ്ങൾ ഭഗവാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് നമുക്ക് അതീന്ദ്രിയ സ്വഭാവം അല്ലെങ്കിൽ അതീന്ദ്രിയ ഗുണമില്ലാത്തതുകൊണ്ട് നമുക്ക് മനസ്സിലാവത്തില്ല. പക്ഷേ ഒരു കാര്യം മാത്രം മനസ്സിലാക്കിയാൽ മതി, മഹാപുരുഷനാണ്, ഭഗവാനാണ്. ഭഗവാൻ ചെയ്തിരിക്കുന്നതെല്ലാം ചില നിയോഗമായിട്ട് വരുന്നതാണ്, നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് വരുന്നതാണ്.
ഹരേ കൃഷ്ണ. അപ്പം നമുക്ക് ആ ഭാഗം നമുക്ക് വായിക്കാം. ടീച്ചറെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ടീച്ചർ ഒന്ന് സ്റ്റാർട്ട് കഴിഞ്ഞാൽ ആ ഈണത്തിന് മറ്റുള്ളവർക്ക് വായിക്കാൻ പറ്റും. ബാലികേ ശുഗകുലമൗലി. അതെ, ഹരേ കൃഷ്ണ. മ്യൂട്ടാണേ. ആരണ്യകണ്ഠം. ഹരിശ്രീ ഗണപതേ നമ. അവിഘ്നമസ്തു. ബാലികേ ശുകകുലമൗലിമാലികേ ഗുണശാലിനി ചാരുശീലേ ചൊല്ലിടുമടിയാതെ നീലനീരഥ നിൻഭൻ നിർമ്മലൻ നിരഞ്ജൻ നീലനിരജതലോചനൻ നാരായണൻ നീലലോഹിത സേവ്യൻ നിഷ്കളൻ നിത്യൻ പരൻ കാലദേശാനുരൂപൻ കാരുണ്യ നിലയനൻ പാലന പാരായണൻ പരമാത്മാവു തന്റെ ലീലകൾ കേട്ടാൽ മതിയാകയില്ലൊരിക്കലും. ശ്രീരാമചരിതങ്ങളതിലും വിശേഷിച്ചു സാരമായൊരു മുക്തി സാധനം രസായനം. ഭാരതീ ഗുണം തവ പരമാമൃതമല്ലോ പാരാതെ പറകെന്നു കേട്ടു പൈങ്കിളി ചൊന്നാൾ. ബാലലോചനൻ പരമേശ്വരൻ പശുപതി ബാലശീതാംശുമൗലി ഭഗവാൻ പരാപരൻ പ്രാലേയാചലമകളോടുരുൾ ചെയ്തിടിനാൾ. ബാലികേ കേട്ടുകൊള്ളുക പാർവതി ഭക്തപ്രിയേ. രാമനാം പരമാത്മാവാനന്ദരൂപനാത്മാ രാമനദ്വയനേകനവ്യയനഭിരാമൻ അത്രിതാപസ പ്രവര അപ്രവരരാശ്രമേ മുനിയുമാനെത്രയും സുഖിച്ചു വാണിയിടിനാനൊരു ദിനം. മഹാരണ്യ പ്രവേശം. പ്രത്യൂഷസ്യുദ്ധായ തൻ നിത്യകർമ്മവും ചെയ്തു നത്വാ താപസം മഹാപ്രസ്ഥാനമാരംഭിച്ചാൻ. പുണ്ടരീകോത്ഭവേഷ്ടപുത്ര ഞങ്ങൾക്കു മുനിമണ്ഡലമണ്ഡിതമാം ദണ്ഡകാരണ്യത്തിനു ദണ്ഡമെന്നിയെ പോവാനനുഗ്രഹിക്കണം. പണ്ഡിത ശ്രേഷ്ഠ കരുണാനിധേ തപോനിധേ ഞങ്ങളെ പെരുവഴി കൂട്ടണമരുന്നിപ്പോളിങ്ങു നിന്നയക്കണം. ശിഷ്യന്മാരിൽ ചിലരെയും ഇങ്ങനെ രാമവാക്യമത്രിമാമുനി കേട്ടു തിങ്ങീടും കൗതൂഹലം പൂണ്ടുടനരുളി അരുൾ ചെയ്തു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സുഭാജി കണ്ടിന്യൂ ചെയ്തോളൂ. ഹരേ കൃഷ്ണ. നേരുള്ള മാർഗം ഭവാനേവർക്കും കാട്ടിയിടുന്നതാരുള്ളതഹോതവ നേർവഴി കാട്ടിടുവാൻ. എങ്കിലും ജഗതനുകാരിയാം നിനക്കൊരു സങ്കടം വേണ്ട, വഴി കാട്ടിടും ശിഷ്യരെല്ലാം. ചെല്ലുവിൻ നിങ്ങൾ മുമ്പിൽ നടക്കെന്നവരോടു ചൊല്ലി മാമുനി താനും ഒട്ടു പിന്നാലെ ചൊന്നാൻ. അന്നേരം തിരിഞ്ഞു നിന്നരുളി ചെയ്തു മുനി തന്നോടു രാമചന്ദ്രൻ വന്ദിച്ചു ഭക്തിപൂർവം. നിന്തിരുവടി കനിഞ്ഞെഴുന്നള്ളിയിടണം. അന്തികെ ശിഷ്യജനമുണ്ടല്ലോ വഴിക്കുമേ എന്നു കേട്ടാശീർവാദം
ചെയ്തുടൻ മന്ദം മന്ദം ചെന്നു താൻ പർണശാല പുക്കിരുന്നരുളിനാൻ. പിന്നെയും ക്രോശമാത്രം നടന്നാരവരപ്പോൾ മുന്നിലമ്മാറു മഹാവാഹിനി കാണാൻ വന്നു. അന്നേരം ശിഷ്യകളോടരുളി ചെയ്തു രാമനിന്നതി കടപ്പതിനെന്തു പായങ്ങളുള്ളൂ എന്നു കേട്ടവർകളും ചൊല്ലിനാരെന്തു ദണ്ഡം. മന്നവ നല്ല തോണിയുണ്ടെന്ന് ധരിച്ചാലും വേഗേന ഞങ്ങൾ കടത്തിയിടുന്നതുണ്ടു താൻ. ആകുലം വേണ്ട, ഞങ്ങൾക്കുണ്ടല്ലോ പരിചയം. എങ്കിലോ തോണി കരേറിടാമെന്നവർ ചൊന്നാൽ ശങ്ക കൂടാതെ ശീഘ്രം തോണിയും കടത്തിനാർ. ശ്രീരാമൻ പ്രസാദിച്ചു താപസകുമാരകന്മാരോടു നിങ്ങൾ കടന്നങ്ങു പോകെന്നു ചൊന്നാൻ. ചെന്നുടനത്രിപാദം വന്ദിച്ചു കുമാരന്മാരൊന്നൊഴിയാതെ രാമവൃത്താന്തമറിയിച്ചാർ. ശ്രീരാമ സീതാ സുമിത്രാത്മജന്മാരുമധ ഘോരമായുള്ള മഹാകാനനാമകം പുക്കാർ. ദില്ലീധംകാരനാഥമണ്ഡിതം സിംഹവ്യാഘ്രം ശല്യാദ്രിമൃഗഗണാകീർണമാതാപഹീനം ഘോരരാക്ഷസകുലസേവിതം ഭയാനകം ക്രൂരസർപ്പാദിപൂർണം കണ്ടു രാഘവൻ ചൊന്നാൻ. ലക്ഷ്മണ, നന്നായി നാലുപുറവും നോക്കിക്കൊള്ളുക. ഭക്ഷണാർത്ഥികളല്ലോ രാക്ഷസാം പരീക്ഷകൾ. വില്ലിനി നന്നായി കുഴിയെ കുലയ്ക്കയും വേണം. നല്ലൊരു ശരമൂരി പിടിച്ചു കൊള്ളുക കയ്യിൽ. മുന്നിൽ നീ നടക്കേണം വഴിയെ വൈദേഹിയും. പിന്നാലെ ഞാനും നടന്നിടുവൻ ഗതഭയം. ജീവാത്മാ പരമാത്മാക്കൾക്കു മധ്യസ്ഥയാകും ദേവിയാ മഹാമായ ശക്തി എന്നതുപോലെ. ആവയോർ മധ്യേ നടന്നിടുക വേണം സീതാദേവിയുമെന്നാലൊരു ഭീതിയും ഉണ്ടായി വരാ. ഇത്തരമരുൾ ചെയ്തു തൽപ്രകാരേണ പുരുഷോത്തമൻ ധനുർധരനായി നടന്നൊരു ശേഷം. പിന്നിട്ടാരുടനൊരു യോജന വഴിയപ്പോൾ മുന്നിലമ്മാറങ്ങൊരു പുഷ്കരണിയും കണ്ടാർ. കൽഹാരോത്പല കുമുദാംബുജ രക്തോത്പല പുല്ല പുഷ്പേന്ദ്രിവര ശോഭിതാമജ്ജലം. തോയപാനവും ചെയ്തു വിശ്രാന്തന്മാരായി വൃക്ഷ ഛായാഭൂതലെ പുനരിരുന്നു യഥാസുഖം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. ടീച്ചറെ വിരാധവാദം വായിച്ചോളൂ. അന്നേരമാശു കാണായി വന്നിതു വരുന്നതത്യുന്നമായ മഹാസത്വമത്യുഗ്രാരവം. ഉദ്ധൃതവൃഷം കരാളോജ്വല ദ്രഷ്ടാന്വിത വക്ത്രഗഹ്വരം ഘോരാകാരമാരുണ്യം നേത്രം. സ്ഥൂലാഗ്രത്തിലുണ്ടു ശ്രീമദ് ശാർദൂല സിംഹമഹിഷവരാഹാദി വാരണമൃഗവനഗോചര ജന്തുക്കളും പുരുഷന്മാരും കരഞ്ഞേറ്റവും തുള്ളിത്തുള്ളി പച്ചമാംസങ്ങളെല്ലാം ഭക്ഷിച്ചു കൊണ്ടുച്ചത്തിലലറി വന്നിടിനാൻ. അതു നേരം ഉദ്ധാനം ചെയ്തു ചാപബാണങ്ങൾ കൈക്കൊണ്ടഥ ലക്ഷ്മണൻ തന്നോടരുൾ ചെയ്തു ശ്രീരാമചന്ദ്രൻ. കണ്ടോ നീ ഭയങ്കരനായൊരു നിശാചരനുണ്ടു നമ്മുടെ നേരെ വരുന്നു ലഘുതരം. സന്നാഹത്തോടും ബാണൻ തൊടുത്തു നോക്കിക്കൊണ്ടു നിന്നുകൊള്ളുക. ചിത്തമുറച്ചു കുമാരാ നീ വല്ലഭേ ബാലേ സീതേ പേടിയായി കേതുമെടോ. വല്ല ജാതിയും പരിപാലിച്ചു കൊൾവനല്ലോ.
എന്നരുൾ ചെയ്തു നിന്നാനേതുമൊന്നിളകാതെ വന്നുടനടുത്തിതു രാക്ഷസ പ്രവരനും നിഷ്ഠുതരമവ എട്ടാശ പൊട്ടും വണ്ണമട്ടഹാസം ചെയ്തിടി വെട്ടിടും നാദം പോലെ ദൃഷ്ടിയിൽ നിന്നു കനൽ കട്ടകൾ വീഴും വണ്ണം പുഷ്ടകോപേന ലോകം ഞെട്ടുമാറുര ചെയ്താൽ കഷ്ടമാഹന്ത കഷ്ടം നിങ്ങൾ ഇരുവരും ദുഷ്ടജന്തുക്കളേറ്റമുള്ളവൻ കാട്ടിലിപ്പോൾ നിൽക്കുന്നിതസ്തഭയം ചാപതൂണീര ബാണവൽക്കല ജടകളും ധരിച്ചു മുനിവേഷം കണ്ടൊരു മനോഹരിയാതൊരു നാരിയോടും ഉൾക്കരുത്തേറുമതി ബാലന്മാരല്ലോ നിങ്ങൾ കിഞ്ചന ഭയം വിനാ ഘോരമാം കൊടുങ്കാറ്റിൽ സഞ്ചരിച്ചിടുന്നതുമെന്തൊരു മൂലം ചൊൽവിൻ. രക്ഷോവാണികൾ കേട്ടു തൽക്ഷണമരുൾ ചെയ്താനിക്ഷ്വാകുകുലനാഥൻ മന്ദഹാസനന്തരം. ഹരേ കൃഷ്ണ മീരാജി. രാമനെന്നെനിക്കു പേരെന്നുടെ പത്നിയവൾ വാമലോചന സീതാദേവി എന്നല്ലോ നാമം. ലക്ഷ്മണൻ എന്നു നാമം ഇവനും മത്സോദരൻ പുക്കിതു വനാന്തരം ജനകനിയോഗത്താൽ. രക്ഷോജാതികളാകും ഇങ്ങനെയുള്ളവരെ ശിക്ഷിച്ചു ജഗത്രയം രക്ഷിപ്പാനറിക നീ. ശ്രുത്വാ രാഘവ വാക്യമട്ടഹാസവും ചെയ്തു വക്രവും പിളർന്നൊരു സാലവും പറിച്ചോങ്ങി. ക്രുദ്ധനാം നിശാചരൻ രാഘവനോടു ചൊന്നാൻ ശക്തനാം വിരാധൻ എന്നെ നീ കേട്ടിട്ടില്ലേ? ഇത്രിലോകത്തിലെന്നയാരറിയാതെയുള്ളത് മൂഢൻ ഭവാൻ എന്നിക ധരിച്ചേൻ ഞാൻ. മദ്ഭയം നിമിത്തമായി താപസരെല്ലാം ഇപ്പോൾ ഇപ്രദേശത്തെ വെടിഞ്ഞൊക്കവേ ദൂരെ പോയാർ. നിങ്ങൾക്കു ജീവിക്കയിൽ ആശയുണ്ടുള്ളിലെങ്കിൽ അങ്കനാരത്നത്തെയും ആയുധങ്ങളും വെടിഞ്ഞെങ്ങാനും ഓടിപ്പോവിനല്ലായി. ഇപ്പോൾ തിങ്ങിടും വിശപ്പടക്കിടുവാൻ ഭവാൻമാരാൽ ഇത്തരം പറഞ്ഞവൻ മൈഥിലി തന്നെ നോക്കി. സത്വരമടുത്തതു കണ്ടു രാഘവനപ്പോൾ പത്രികൾ കൊണ്ടു തന്നെ ഹസ്തങ്ങളറുത്തപ്പോൾ ക്രുദ്ധിച്ചു രാമം പ്രതി വക്രവും പിളർന്നതി. സത്വരം നക്തഞ്ചരനടുത്താനതു നേരം അസ്ത്രങ്ങൾ കൊണ്ടു ഖണ്ഡിച്ചിടിനാൻ പാദങ്ങളും. ബന്ധരോഷത്തോടവൻ പിന്നെയുമടുത്തപ്പോൾ ഉത്തമാംഗവും മുറിച്ചിടിനാനേതു രാമൻ. രക്തവും പരന്നിതു ഭൂമിയിലതു കണ്ടു ചിത്ത കൗതുകത്തോടു പുണർന്നു വൈദേഹിയും. നൃത്തവും തുടങ്ങിനാരപ്സര സ്ത്രീകളെല്ലാം അത്യുച്ചം പ്രയോഗിച്ചു ദേവദുന്ദുഭികളും. അന്നേരം വിരോധൻ തന്നുള്ളിൽ നിന്നുണ്ടായൊരു ധന്യരൂപനെ കാണായി വന്നിതാകാശമാർഗേ. സ്വർണഭൂഷണം പൂണ്ടു സൂര്യസന്നിഭകാന്ത്യ സുന്ദര ശരീരനായി നിർമ്മലാംബരത്തോടും രാഘവം പ്രണതാർത്തിഹാരിണം ഗൃണാകരം രാഗേന്ദുമുഖം ഭവഭഞ്ജനം ഭയഹരം. ഇന്ദിരാരമണമിന്ദീവരദളശ്യാം മിത്രാദിവൃന്ദാരക വൃന്ദവന്ദിതപദം സുന്ദരം സുകുമാരം സുഹൃതി ജനമനോ മന്ദിരം രാമചന്ദ്രം ജഗദാമഭീരാമം.
വന്ദിച്ചു ദണ്ഡ നമസ്കാരവും ചെയ്തു ചിത്താനന്ദം പൂണ്ടവൻ പിന്നെ സ്തുതിച്ചു തുടങ്ങിനാൻ. ശ്രീരാമ രാമ രാമ ഞാനൊരു വിദ്യാധരൻ, കാരുണ്യമൂർത്തേ കമലാപദേ ധരാപദേ. ദുർവാസാവായ മുനി തന്നെ ശാപത്തിനാൽ ഗർവിതനായൊരു രാത്രീഞ്ചരനായേനല്ലോ. നിന്തിരുവടിയുടെ മാഹാത്മ്യം കൊണ്ടു ശാപബന്ധവും തീർന്നു മോക്ഷം പ്രാപിച്ചേ നിന്നു നാഥ. സന്തതമിനി ചരണാംബുജയുഗം തവ ചിന്തിക്കായി വരേണമേ മാനസത്തിനു ഭക്ത്യ. വാണികൾ കൊണ്ടു നാമകീർത്തനം ചെയ്യാകേണം, പാണികൾ കൊണ്ടു ചരണാർച്ചനം ചെയ്യാകേണം. ശ്രോത്രങ്ങൾ കൊണ്ടു കഥാശ്രവണം ചെയ്യാകേണം, നേത്രങ്ങൾ കൊണ്ടു രാമലിംഗങ്ങൾ കാണാകേണം. ഉത്തമാംഗേന നമസ്കരിക്കായി വന്നിടണം, ഉത്തമ ഭക്തന്മാർക്കു ഭൃത്യനായി വരേണം ഞാൻ. നമസ്തേ ഭഗവതേ ജ്ഞാനമൂർത്തയേ നമോ, നമസ്തേ രാമായാത്മാ രാമായ നമോ നമ. നമസ്തേ രാമായ സീതാഭിരാമായ നിത്യം, നമസ്തേ രാമായ ലോകാഭിരാമായ നമ. ദേവലോകത്തു പോവാനായനുഗ്രഹിക്കേണം, ദേവദേവേശ പുനരൊന്നപേക്ഷിച്ചിടുന്നേൻ. നിൻ മഹാമായ ദേവി എന്നെ മോഹിപ്പിച്ചിടായി, അംബുജ വിലോചന സന്തതം നമസ്കാരം. ഇങ്ങനെ വിജ്ഞാപിതനാകിയ രഘുനാഥൻ അങ്ങനെ തന്നെ എന്നു കൊടുത്തു വരങ്ങളും. മുക്തനെന്നിയെ കണ്ടു കെട്ടുകയില്ല എന്നെ, ഭക്തിയുണ്ടായാലുടൻ മുക്തിയും ലഭിച്ചിടും. രാമനോടനുജ്ഞയും കൈക്കൊണ്ടു വിദ്യാധരൻ കാമലാഭേന പോയി നാഗലോകവും പുക്കാൻ. ഇക്കഥ ചൊല്ലി സ്തുതിച്ചിടിന പുരുഷനു ദുഷ്കൃതമകന്നു മോക്ഷത്തെയും പ്രാപിച്ചിട. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്തുതിയാണ് ഇത്, വിദ്യാധര സ്തുതി. വിദ്യാധരനല്ലേ ഇത് പ്രാർത്ഥിക്കുന്നത് അല്ലേ? വിദ്യാധരൻ എന്ന ഗന്ധർവൻ. ഓക്കെ, ശരഭഗ മന്ദിര പ്രവേശം. സ്മിതമാതാജി. രാമലക്ഷ്മണന്മാരും ജാനകീതാനും പിന്നെ ശ്രീമയമായ ശരഭംഗ മന്ദിരം പുക്കാൽ. സാക്ഷാദീശ്വരനെ മാംസേ ക്ഷണങ്ങളെ കൊണ്ടു വീക്ഷ്യ താപസവരൻ പൂജിച്ചു ഭക്തിയോടെ. കന്ദപക്വാദികളാലാദിത്യം ചെയ്തു ചിത്താനന്ദം ഉൾക്കൊണ്ടും ശരഭംഗനു മരുൾ ചെയ്തു. ഞാനനേകം നാളുണ്ടു പാർത്തിരിക്കുന്നതത്ര, ജാനകിയോട് നിന്നെ കാൺമതിനാശയാലെ. ആർജവ ബുദ്ധ്യാ ചിരം താപസാ ബഹുതരം ആർജിച്ചേനല്ലോ. പുണ്യമിന്നു ഞാൻ അവയെല്ലാം മർത്യനായി പിറന്നൊരു നിനക്കു തന്നീടിനേനദ്യ. ഞാൻ മോക്ഷത്തിനായുദ്യോഗം പൂണ്ടേനല്ലോ. നിന്നെയും കണ്ടു മമ പുണ്യവും നിങ്കലാക്കി എന്നിയെ. ദേഹത്യാഗം ചെയ്യരുതെന്നു തന്നെ ചിന്തിച്ചു ബഹുകാലം പാർത്തു ഞാനിരുന്നിതു. ബന്ധുവു മറ്റ കൈവല്യത്തെയും പ്രാപിക്കുന്നേൻ. യോഗീന്ദ്രനായ ശരഭംഗനാം തപോധനൻ യോഗേശനായ രാമൻ തൻ പദം വണങ്ങിനാൻ. ചിന്തിച്ചിടുന്ന അന്തസന്തതം ചരാചര ജന്തു
Utkal Andarbhage Vasandam Jagannadam ഹരേ കൃഷ്ണ. Sriram. ടീച്ചറെ അത് ആ മൊത്തം ആ മുനിമണ്ഡല സമാഗമം വരെ ഒന്ന് വായിച്ചു നിർത്തിക്കോളൂ. ഓക്കെ. ശ്രീരാമം ശ്രീരാമം ദുർവാദളശ്യാമളം ഭോജാക്ഷം ചീരവാസസം ജടാമകുടം ധനുർധരം സൗമിത്രിസേവ്യം ജനകാത്മജാ സമന്വിതം സൗമുഖ്യമനോഹരം കരുണാരത്നാകരം കണ്ഠഭാവവും നീക്കി സീതയാ രഘുനാഥം കണ്ടിരിക്കവേ ദേഹവും ദഹിപ്പിച്ചു ലോകേശപദം പ്രാപിച്ചിടിനാൽ തപോധനനാകാശമാർഗേ വിമാനങ്ങളും നിറഞ്ഞുതേ നാഗേശാദികൾ പുഷ്പവൃഷ്ടിയും ചെയ്തിടിനാൽ പാകശാസനൻ പാദാംബോജവും വണങ്ങിടിനാൽ മൈഥില്യ സൗമിത്രിണ താപസഗതി കണ്ടു കൗസല്യ തനയനും കൗതുകമുണ്ടായി വന്നു തത്രൈവ കിഞ്ചിൽ കാലം കഴിഞ്ഞോരനന്തരം വൃത്രാരിമുഖ്യന്മാരുമൊക്കെ പോയി സ്വർഗം പൊക്ക. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഇവിടെ വിദ്യാധരൻ സ്തുതിക്കുന്നത് നോക്കണം. നിന്തിരുവടിയുടെ മാഹാത്മ്യം കൊണ്ട് ശാപബന്ധവും തീർന്നു മോക്ഷം പ്രാപിച്ചേരുന്നു നാഥ. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? സന്തതം ഇനി ചരണാംബുജ യുഗം തവ ചിന്തിക്കായി വരേണമേ മാനസത്തിനു ഭക്തിയ. സ്മിതമാതാജി നമ്മുടെ അംബരീഷ ചരിതം അംബരീഷ ശ്ലോകം എടുത്തോളൂ. വാണികൾ കൊണ്ടു നാമകീർത്തനം ചെയ്യാകേണം പാണികൾ കൊണ്ടു ചരണാർച്ചനം ചെയ്യാകേണം ശ്രോത്രങ്ങൾ കൊണ്ടു കഥാശ്രവണം ചെയ്യാകേണം നേത്രങ്ങൾ കൊണ്ടു രാമലിംഗങ്ങൾ കാണാകേണം ഉത്തമം കേന നമസ്കരിക്കായി വന്നിടണം ഉത്തമ ഭക്തന്മാർക്കു ഭൃത്യനായി വരേണം ഞാൻ. നമസ്തേ ഭഗവതേ ജ്ഞാനമൂർത്തയേ നമോ നമസ്തേ രാമായ ആത്മരാമായ നമോ നമഃ നമസ്തേ രാമായ സീതാഭിരാമായ നിത്യം നമസ്തേ രാമായ ലോകാഭിരാമായ നമഃ. ദേവലോകത്തിനു പോവാൻ അനുഗ്രഹിക്കേണം ദേവേ ദേവേശ പുരരന്നപേക്ഷിച്ചിടുന്നേൻ. ഇതേ ശ്ലോകം നോക്കണം. വിദ്യാധരൻ പ്രാർത്ഥിക്കുന്നതാണ് ഓരോ അംഗം കൊണ്ടും എനിക്ക് എന്ത് ചെയ്യണമെന്നുള്ളത്. അംബരീഷ മഹാരാജാവും ഇത് തന്നെയാണ്. ശ്രീമദ് മഹാഭാഗവത്തിൽ നോക്കിക്കഴിഞ്ഞാൽ 9-ാമത്തെ സ്കന്ധത്തില് 4-ാമത്തെ അധ്യായത്തില് 18-ാമത്തെ ശ്ലോകത്തില് അംബരീഷ മഹാരാജാവ് ഭഗവാന്റെ ഏറ്റവും വലിയ ഭക്തനാണ്. അംബരീഷ മഹാരാജാവ് സ്തുതിക്കുന്ന ഒരു ശ്ലോകം സ്മിതമാതാജി എടുത്തോ. സഖിമന കൃഷ്ണ പാദാരവിന്ദയോ. കുട്ടിമാതാജി സവൈമന കൃഷ്ണ പാദാരവിന്ദയോ വാചാംസ വൈകുണ്ഠ ഗുണാനുവർണ്ണനീ. ഇതൊക്കെ നമുക്ക് എല്ലാം കണക്റ്റഡ് ആണ്. അപ്പം നമ്മള് ഭഗവാനെ കാണുമ്പം സാഷ്ടാംഗം പ്രണമിച്ചിട്ട് ഇതാണ് നമ്മൾ സ്തുതിക്കേണ്ടത്. മാത്രമല്ല ഇത് മനസ്സുകൊണ്ട് സ്തുതിക്കുമ്പം നമ്മളെ ജീവിതം തന്നെ ഇതിനായിട്ട് മാറ്റി വെക്കണം. നമ്മൾ രാവിലെ എഴുന്നേക്കുന്നത് തന്നെ ഭഗവാനെ കാണാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ വർഷത്തിൽ ഒരിക്കല് വിഷു വരുമ്പോൾ മാത്രമല്ല ശ്രീകൃഷ്ണ ഭഗവാനെ കാണാൻ വേണ്ടത്, ഗുരുവായൂരപ്പനെ പോയി കാണാൻ വേണ്ടത്. വിഷുക്കണി മാത്രമല്ല, ഓരോ ദിവസവും ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ദിവസവും വിഷുക്കണിയാണ്. എല്ലാ ദിവസവും ഭഗവാനെ ഒരുക്കി വെച്ച് കാണാൻ ശ്രമിക്കണം. വായിച്ചോളൂ മാതാജി ആ ശ്ലോകം. ഒരുക്കി വെച്ചിട്ട് അവിടെയാണ് ഭഗവാനും നമ്മളും ഭക്തനും തമ്മിലുള്ള ഒരു ബന്ധം വരുന്നത്. അപ്പം ഭക്തി കൊണ്ട് മുക്തിയും വരും, മുക്തി കൊണ്ട് ഭക്തിയും വരും. അവിടെയാണ് വിദ്യാധരൻ അവിടെ ആ പറയുന്നത്. വായിച്ചോളൂ മാതാജി.
ഹരേ കൃഷ്ണ. മ്യൂട്ടാണ്. ഒരു സെക്കൻഡ് പോകും. സവൈ മനഃകൃഷ്ണ പദാരവിന്ദയോർ വജാംസി വൈകുണ്ഠ ഗുണാനുവർണ്ണനെ കരോ ഹരേർമന്ദിരമാർജനാദിശോ ശ്രുതിം ചകാരച്യുത സത്കദോദയേ മുകുന്ദലിംഗാലയ ദർശനേ ദൃശോ തദ്വൃത്യഗാത്രാസ്വശേ അംഗസംഗമം ഘ്രാണം ച തത്പാദ സരോജ സൗരഭേ ശ്രീമത്തുളസ്യാരസനം തദർപ്പിതേ പാദൗ ഹരേ ക്ഷേത്ര പദാനുസർപ്പണേ ശിരോ ഋഷികേശ പദാഭിവന്ദനേ കാമം ച ദാസ്യേന തു കാമകാമ്യ യഥോത്തമ ശ്ലോക ജനാശ്രയരതിഃ. ഹരേ കൃഷ്ണ. ഇത് അംബരീഷ മഹാരാജാവ് ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് ഞാൻ എങ്ങനെയാകണം, എനിക്ക് എങ്ങനെയാണ് ആ ദാസ്യം കിട്ടേണ്ടത് എന്ന് പറയുകയാണ്. അംബരീഷ മഹാരാജാവ് തന്റെ മനസ്സിനെ ശ്രീകൃഷ്ണ പാതാരബന്ധങ്ങളിൽ ഉറപ്പിച്ച് ഭഗവത് ധാമത്തെ വർണ്ണിക്കുന്നതിൽ അദ്ദേഹത്തിന്റെ വാക്കുകളും, കൃഷ്ണന്റെ ക്ഷേത്രം ശുദ്ധീകരിക്കുന്നതിൽ കൈകളും, ഭഗവത് കഥാശ്രവണത്തിൽ ശ്രോത്രങ്ങളും, തദ്രൂപദർശനത്തിൽ കണ്ണുകളും, ഭക്തന്മാരുടെ ശരീരസ്പർശനത്തിൽ സ്വദേഹവും, തൃപ്പാദ അർച്ചനയ്ക്ക് ഉപയോഗിച്ച പുഷ്പങ്ങൾ മണക്കുന്നതിൽ നാസികയും, ഭഗവാന് അർപ്പിച്ച തുളസിയിലകൾ ആസ്വദിക്കുന്നതിൽ രസനയും ഏർപ്പെട്ടു. കൃഷ്ണക്ഷേത്രങ്ങളുള്ള ദേശങ്ങളിലേക്ക് രാജാവിന്റെ കാലുകൾ നീങ്ങി ശിരസിനെ ഭഗവാനെ പ്രണമിച്ചു കൊണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ ആഗ്രഹം കൃഷ്ണന്റെ അഭീഷ്ടങ്ങൾ നിറവേറ്റുന്നതിൽ മാത്രമായിരുന്നു. ഈ പറഞ്ഞ എല്ലാ ഗുണവിശേഷങ്ങളും അദ്ദേഹത്തിന് മത്പര ഭക്തനാകാൻ യോഗ്യത നേടിക്കൊടുത്തു എന്ന് പറയുമ്പം എന്റെ ഓരോ അംഗങ്ങളും സവൈമന കൃഷ്ണ പദാരവിന്ദയോ വജാംസി വൈകുണ്ഠ ഗുണാനുവർണ്ണനെ, ഭഗവാനെ കുറിച്ച് സ്തുതിക്കാൻ എന്റെ നാവുണ്ടാകണം, ക്ഷേത്രം ശുചിയാക്കാൻ എന്റെ കൈകളിൽ ഏർപ്പെടണം, ഭഗവാൻ അർപ്പിച്ച പുഷ്പങ്ങൾ മണക്കാൻ എന്റെ നാസിക ഏർപ്പെടണം. നോക്കൂ, വിദ്യാധരൻ എങ്ങനെ ഭഗവാനെ സ്തുതിച്ചു, അതുപോലെ അംബരീഷ മഹാരാജാവും ഭഗവാനെ സ്തുതിച്ചു. ഇവരെല്ലാം ഭഗവാനെ നേരിട്ട് കണ്ട് റിയലൈസ് ചെയ്തവരാണ്. അപ്പൊ ഇവരെല്ലാം പൗരാണിക ശാസ്ത്രജ്ഞന്മാരാണ്. ഈ പൗരാണിക ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് അതേപടി നമുക്ക് ശാസ്ത്രം തത്മാശാസ്ത്രം പ്രമാണന്തി. ഇപ്പം മോഡേൺ സയൻസ് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും നമ്മളത് പരീക്ഷിച്ചറിയാൻ പോകുന്നില്ല. അത് ശരിയാണ്, കാര്യം നമ്മുടെ കൺസെപ്റ്റ് അവർ പരീക്ഷിച്ചറിഞ്ഞതാണ് എന്ന് പറയുന്നത് പോലെ അതിനേക്കാൾ റിയലൈസ്ഡ് സോൾസ് ആണ് ഈ ആചാര്യന്മാർ അല്ലെങ്കിൽ ഈ ഭഗവാന്റെ ഭക്തന്മാർ. ഇത് നമ്മൾ അങ്ങോട്ട് കേട്ടിട്ട് നമ്മുടെ കിടക്കുമ്പം, അതായത് നമ്മൾ കിടന്നുറങ്ങാൻ നേരത്ത് ഈ അംബരീഷ മഹാരാജാവ് പറഞ്ഞ ശ്ലോകം അല്ലെങ്കിൽ ഈ വിദ്യാധരൻ എന്ന ഗന്ധർവൻ ശ്രീരാമചന്ദ്രനെ കണ്ടിട്ട് സ്തുതിച്ച ശ്ലോകം ചൊല്ലി നമ്മൾ കിടന്നു കഴിഞ്ഞാൽ യാതൊരു രാക്ഷസ ശൈലിയും ഉണ്ടാകില്ലെന്ന് മാത്രമല്ല, പിറ്റേന്ന് രാവിലെ നല്ല ഒരു റീഫ്രഷ് മൂഡിലൂടെ നമ്മൾ ഭഗവാനെ സേവിക്കാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ എഴുന്നേക്കുന്നത്. സത്യമാണ്. ഹരേ കൃഷ്ണ. അപ്പം താങ്ക് യു. നല്ല രീതിയിൽ ടീച്ചർ ഞങ്ങൾക്ക് വായിച്ചു തന്നു. നല്ലത്. ഇന്ന് മീരാജിക്ക് നല്ല ഈണം വന്നു കേട്ടോ. ഹരേ കൃഷ്ണ. ഇല്ലേ സുമാജി? മീരാജിക്ക് ഇമ്പ്രൂവ്മെന്റ് ആയി അല്ലേ? സുമാജി? ഇമ്പ്രൂവ്മെന്റ് അല്ല, ആളല്ലേ ഇങ്ങനെ നന്നായി വായിക്കുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഹരേ കൃഷ്ണ. പക്ഷെ അങ്ങനത്തെ ലൈനുകളെ കിട്ടിയില്ലേ, നല്ല ലൈനായിട്ട് അതുകൊണ്ടായിരിക്കും ആളൊരു നാമജപം പോലെ അത് എടുത്തു, അത്രേ ഉള്ളൂ. ചേച്ചിക്ക് അല്ലെങ്കിൽ അടി കിട്ടുന്ന അറിയേ ഏതാണ് പറയുന്നത് വിട്ടു പറയുന്നില്ല. സ്തുതി അല്ല. അപ്പൊ അതായത് നന്നായി സ്തുതിച്ചു പാടി. അതല്ലേ ഉണ്ടായിരുന്നു. ഹരേ കൃഷ്ണ. സന്തോഷം. അപ്പം അസ്മിത മാതാജി മെസ്സേജ്. പ്രഭു രാക്ഷസന്മാരെ കുറിച്ചാണല്ലോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ പറയും, അത് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മളുടെ മനസ്സിലുള്ള രാക്ഷസമായ എന്താ പറയാ ആഗ്രഹങ്ങൾ ഇല്ലാതാക്കുകയാണ്. അപ്പൊ മനസ്സിന്റെ ശത്രുക്കൾ 6 ശത്രുക്കൾ ഉണ്ടെന്ന് നമുക്കറിയാം. അതാണ് കാമ, ക്രോധ, ലോഭ, മത, മോഹ, മത, മാത്സര്യം. അപ്പൊ ഈ 6 എന്താ പറയാ എനിമീസ് ആണ് നമ്മുടെ മനസ്സിനുള്ളത്. അപ്പൊ രാമൻ ഇങ്ങനെ ഈ രാക്ഷസന്മാരെ കൊല്ലുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളും നമ്മുടെ മനസ്സിലുള്ള ഈ 6 ശത്രുക്കളെ കൊല്ലണം എന്നുള്ളത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു.
ഇനി അങ്ങോട്ട് വരുമ്പോ ഞാൻ പറഞ്ഞു അടുത്ത ആഴ്ച വായിക്കും, ഒന്നും സമയമില്ല. അടുത്ത ആഴ്ച കുറെ കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറയാനുണ്ട്. വാൽമീകി രാമായണത്തിൽ കുറെ പറയുന്നുണ്ട്. സുശീൻ പ്രഭു ഹരേ കൃഷ്ണ പ്രഭു. പറഞ്ഞു. നമ്മളിങ്ങനെ ഈ 6 പേരെ കൊല്ലാനുള്ള ശ്രമത്തിലാണല്ലോ. ഹരേ കൃഷ്ണ. അപ്പൊ 7ാമത് ഗുരുവിനെ കിട്ടും, ഗുരുവിലൂടെ 8ാമത് കൃഷ്ണനും വരും. അങ്ങനെയാണല്ലോ പഠിപ്പിക്കുന്നത്. നമ്മൾ തുടങ്ങുന്നത് തന്നെ അങ്ങനെയാണ്. ഇതുവരെയും അതൊന്നും നടന്നില്ലെന്നേ ഉള്ളൂ. നാമജപത്തിലൂടെ നടക്കുന്നെങ്കിൽ നടക്കട്ടെ, വ്യത്യാസം ഇല്ലെന്ന് പറഞ്ഞില്ല. റിഫൈൻമെന്റ് എന്തായാലും ഉണ്ട്. ദാറ്റ് ഇസ് ദെയർ. ഒരു കണ്ടെയ്ൻമെന്റും ഒരു കണ്ടന്റ് അതൊക്കെ ഉണ്ട്. പക്ഷെ അജണ്ട ഭഗവാന്റേതാണ്. നമ്മളെ അജണ്ട നടക്കൂല. ദാറ്റ് ഇസ് നമ്മളെ കാലങ്ങളായിട്ട് നമ്മളത് കാണുന്നുണ്ട്. അതുകൊണ്ട് ദാറ്റ് ഇസ് നമ്മളെ സെൻസസിനെ വിട്ട് ഭഗവാന്റെ സെൻസസിന് വേണ്ടി. അപ്പൊ നമുക്കൊരു കംഫർട്ട് അനുഭവപ്പെടും നമ്മളെ മോശം കണ്ടീഷനിൽ. നമുക്ക് അനുഭവപ്പെടുന്നതാണല്ലോ ഇതെല്ലാം, മോശവും നല്ലതും അല്ല. നമ്മളെ മോശം സമയത്തും നമുക്കൊരു കംഫർട്ട് അനുഭവപ്പെടുന്നെങ്കിൽ അതാണ് ഈ സ്പിരിച്വൽ പ്രാക്ടീസിന്റെ ഗുണം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. തീർച്ചയായിട്ടും അതെ, അങ്ങനെയാണ്, സത്യമാണ്. അത് നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യും. നമുക്കിപ്പം ഇപ്പൊ ഞാൻ എന്റെ കാര്യം തന്നെ, ഞാനിപ്പോ പണിക്കായിട്ട് വന്നു, നടക്കുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് നാട്ടിൽ പോയപ്പോ സന്തോഷമുണ്ട് തിരിച്ചു പോകാനായിട്ട്. ഐ ആം ക്വൈറ്റ് പ്രിപ്പയർഡ്. ലൈക്ക് ഗോ, ദർ ഇസ് സംതിങ് എൽസ്. അങ്ങനെയാണ് ഞാൻ കാണുന്നത്. അങ്ങനെ ഒരു മാനസികാവസ്ഥയിലാണ് ഇപ്പൊ ഉള്ളത്. അതാണ് സംഭവം. അതൊരു നല്ല കാര്യമാണ്. അല്ലെങ്കിൽ നമ്മള് കുഴഞ്ഞു പോകും. നമ്മളിങ്ങനെ അതെ, അങ്ങനെ ചിന്തിച്ച് മനസ്സിനെ പ്രിപ്പയർ ചെയ്യണത് വലിയൊരു കാര്യം. അതെല്ലാവർക്കും അങ്ങനെ പെട്ടെന്ന് അത് മാറും. പെട്ടെന്ന് അങ്ങനെ മാറി അത്. ഇപ്പൊ എനിക്ക് അങ്ങനെയുള്ള ഇവിടെ പണി ഞാൻ ഇപ്പൊ ആരുടെയും ചോദിക്കുന്നില്ല ഒന്നും. ഞാൻ മതിയാക്കിയിട്ട് എനിക്ക് തൃശ്ശൂർ പോകേണ്ട കാര്യമുണ്ട്. അപ്പം ഭഗവാന്റെ അടുക്ക നേരിട്ട് കാണേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പൊ തൃശ്ശൂരാണ് നമുക്കൊരു പണി വന്നിരിക്കുന്നത്, കോൺട്രാക്ട്. അവിടുത്തെ ഡൊമസ്റ്റിക് ഹെൽപ്പിന്റെ വീട് വെക്കുന്ന കൂടൽമാണിക്യ ക്ഷേത്രത്തിന് അടുത്താണ്, ഇരിങ്ങാലക്കുടയാണ് പ്രോജക്ട്. അപ്പൊ എനിക്ക് അവിടെ പോയേ പറ്റൂ. കാരണം പുള്ളിക്കാരത്തി ഇവിടെ തന്നെ ഉള്ളതാണ്. പുള്ളിക്കാരത്തി കിടന്ന് കരച്ചിൽ വിളിയാണ്. നമ്മളവിടെ പോകണം, അത് നോക്കിയേ പറ്റൂ. എന്തായാലും ഞാൻ നാട്ടിൽ പോകണം. അപ്പം ഞാൻ ഭഗവാനെ തൃശ്ശൂർ എന്തായാലും ക്യാമ്പ് ചെയ്തേ പറ്റും. നേരിട്ട് ചോദിക്കാൻ എന്താണ് അജണ്ട എന്ന് അറിഞ്ഞാൽ കൊള്ളാന്നുണ്ടെങ്കിൽ അപ്പൊ തൃശ്ശൂർ പോകുന്നുണ്ട് എന്തായാലും. അതാണ് ഇപ്പൊ മെയിൻ ആയിട്ട് കാണുന്ന ഒരു സംഭവം. കോൺട്രാക്ട് നമ്മള് ഒരു ടീം വഴി എടുക്കുകയാണെങ്കിലും നമ്മൾ തന്നെയാണ് അതിന്റെ ഡിസൈനും എല്ലാം ചെയ്യുന്നത്. അതൊരു ചെറിയ വീടാണ്, പക്ഷെ നമ്മൾ ഇങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തോ ഉണ്ട്. തൃശ്ശൂർ പിന്നെ പറയാൻ പറ്റില്ല, നമുക്ക് അറിഞ്ഞൂടാ. മയത്യക്ഷേണ പ്രകൃതി സൂയതീയ സചരാചരം ഹേതുനാനേന കൗന്ദേയ ജഗത് വിപരിവർത്തതേ. എല്ലാം എന്റെ അധ്യക്ഷതയിലാണ് ഊന്നത്. ചലിക്കുന്നതും ചലിക്കാതിരിക്കുന്നതും എല്ലാം ഭഗവാനെ അങ്ങയുടെ നിയന്ത്രണങ്ങളാണ്. അറിയില്ല ആരറിവൂ നിൻ മായാലീലകൾ അഖില ജഗത്മയനേ. അല്ലേ? ഹരേ കൃഷ്ണ. അപ്പം എല്ലാം ഭഗവാനാണ് അറിയുന്നത്. ഘനശ്യാം ഹരേ കൃഷ്ണ. തം അത്ഭുതം ബാലകം ചൊല്ലിക്കൊള്ളൂ. കേൾക്കുന്നുണ്ടോ? ഹരേ കൃഷ്ണ. ഊട്ടായി. ഹരേ കൃഷ്ണ. അപ്പോൾ നമുക്ക് കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യാം. എന്തെങ്കിലും പറയാനുണ്ടോ? ശ്രീരഞ്ജിനി ഹരേ കൃഷ്ണ, എന്തെങ്കിലും പറയാനുണ്ടോ? ഘനശ്യാം ഹരേ കൃഷ്ണ. ഘനശ്യാം ഹരേ കൃഷ്ണ, കേൾക്കുന്നുണ്ടോ? ഹരേ കൃഷ്ണ. ഘനശ്യാമിന് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഹരേ കൃഷ്ണ. ശ്രീരഞ്ജനിക്ക് പറയാനുണ്ടോ എന്തെങ്കിലും? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പറഞ്ഞോളൂ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. ഹരേ കൃഷ്ണ. ഓക്കെ. ഘനശ്യാം കേൾക്കുന്നുണ്ടോ? നെറ്റ് ഇഷ്യൂ ഉണ്ടോ? ഓക്കെ, ശരി. അപ്പം നമ്മൾ ഇന്ന്
റെഡി ആയിട്ടുണ്ടല്ലോ ഓഡിയോ? ഘനശ്യാം, ഓഡിയോ റെഡി ആയിട്ട് കാണുന്നുണ്ടല്ലോ അവിടെ? കേൾക്കുന്നുണ്ടോ? please on the video. ഘനശ്യാം, ഓഡിയോ വീഡിയോയിൽ ഓഡിയോ ഇപ്പൊ ക്ലിയർ ആയിട്ടാണ് ഞാൻ കാണുന്നത്. അദ്ദേഹം ഇപ്പം 2 അവതാരമായി. ഓക്കെ, അപ്പൊ ഇവിടെ ഇന്ന് അവിടെ ഏതാണ്ട് ക്രിസ്മസ് പണിയാണ് കേട്ടോ. അതാണ് 2 എണ്ണം വന്നത്. ഹരേ കൃഷ്ണ. അപ്പം നമ്മള് 13 ദിവസം പിന്നിടുമ്പോൾ ആരണ്യ കാണ്ഡത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ നമ്മള് ഭഗവാന്റെ ജന്മകർമ്മജമേ ദിവ്യം ആ ശ്ലോകമാണ് നമ്മൾ ഓർമ്മിക്കേണ്ടത്. ഭഗവാന്റെ ആ ലീലകൾ, ഭഗവാന്റെ ചരിതങ്ങൾ, ഭഗവാന്റെ അവതാരങ്ങൾ, അതിനൊരു ഉദ്ദേശശുദ്ധിയുണ്ട്. നമ്മൾ കാണുന്നത് പോലല്ല വനത്തിലാണെങ്കിലും അത് നഗരത്തിലാണെങ്കിലും. ആ ഭഗവാനെ കൃഷ്ണ, ഗുരുവായൂരപ്പ, പത്മനാഭസ്വാമി എന്നും നമ്മുടെ മനസ്സിൽ അങ്ങനെ നിറഞ്ഞു നിൽക്കണമേ എന്നുള്ള ആഗ്രഹത്തോടെ ഈ അംബരീഷ ചരിതവും വിദ്യാധര ചരിതവും ഒക്കെ വായിച്ച് നമ്മൾ കിടന്ന് രാവിലെ ഭഗവാന് വേണ്ടിയിട്ട് എഴുന്നേൽക്കുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ കൈകളും കാലുകളും കണ്ണുകളും ഭഗവാനിലേക്ക്, അടുക്കളയിലേക്ക് നീങ്ങും. ഭഗവാൻ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണമെന്ന് നമുക്ക് ബോധം വരും. രാവിലെ നമുക്ക് ഒരു ഗ്ലാസ് പാലെങ്കിലും പാല് കാച്ചി കൊടുക്കും, അല്ലെങ്കിൽ ഒരു ആപ്പിൾ പീസെങ്കിലും നമ്മൾ ഭഗവാന് കൊണ്ട് കൊടുക്കും. ആപ്പിളിന്റെ ഒരു പീസ് ഭഗവാന്റെ കൊണ്ട് കൊടുക്കും. ആ ഒരു സന്തോഷം, ആ ഒരു അടുപ്പം ഒരാഴ്ച ചെയ്ത് നോക്കിക്കോളൂ. നമ്മളും ഭഗവാനും തമ്മിൽ ഒരു കൺവെർസേഷൻ ഉണ്ടാവും. നമ്മളും ഭഗവാനും തമ്മിൽ നമുക്കൊരു മനസ്സിനൊരു കുളിർമയുണ്ടാവും. ആ കുളിർമയുടെ ഭാഗമായിട്ട് നമ്മൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ഔദ്യോഗിക ജീവിതത്തിലാണെങ്കിലോ പഠിത്തത്തിനാണെങ്കിലോ ഒന്ന് പോയി നോക്കൂ. അതിനൊരു വ്യത്യാസം ഉണ്ടാവും. ജീവിതത്തിൽ തന്നെ ഒരു ടേണിംഗ് പോയിന്റ് ആയിരിക്കും. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മൾ ഇവിടെ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, ഘനശ്യാം വന്നു തോന്നുന്നു പ്രഭു. ഘനശ്യാം, ഹരേ കൃഷ്ണ കേട്ടോ? ആരാണ് ഈ ഘനശ്യാം? കണ്ടിട്ടില്ലല്ലോ. ഘനശ്യാം കാണത്തില്ല. ഘനശ്യാം കേൾക്കുന്നുണ്ടോ? ഹരേ കൃഷ്ണ. ഘനശ്യാം ഒരു കള്ളക്കണ്ണനാണ്, വീഡിയോയിൽ വരുന്നില്ലേ? അതെ 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 അതെ. ഘനശ്യാമിനെ കൊണ്ട് ഡാൻസ് കളിപ്പിക്കണമെന്നുണ്ടെങ്കിൽ മാത്രമേ പ്രഭു വീഡിയോ ഓൺ ചെയ്യുള്ളൂ. ഓക്കെ, നമുക്ക് സമയമായി. ഹരേ കൃഷ്ണ. അപ്പം നമുക്കിന്ന് കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യാം. ഈ വരുന്ന വെള്ളിയാഴ്ചയല്ല, അടുത്ത വെള്ളിയാഴ്ച നമ്മുടെ സ്പെഷ്യൽ സെഷനാണ്. പിന്നെ കഴിഞ്ഞ മാസം സ്മിതമാതാജി ചെയ്തതുപോലെ കുന്തിസ്തുതി പോലെ വരുന്നത് ചതുശ്ലോകി ഭാഗവതമാണ് ചെയ്യാൻ പോകുന്നത്. ആ ഒരു ദിവസം ഭാഗവത ചതുശ്ലോകി ഭാഗവതം ഈ വരുന്ന വെള്ളിയാഴ്ച അടുത്ത 12-ാം തീയതി. ഓക്കെ പ്രഭു, ഏകാദശി എന്താണ്? ഏകാദശി എന്നാണ് മാതാജി? സ്മിത മാതാജി, ഏകാദശി കഴിഞ്ഞ ആഴ്ചയല്ലേ കഴിഞ്ഞത്? അപ്പൊ അടുത്ത ആഴ്ച, കഴിഞ്ഞ ആഴ്ച ഏതാഴ്ചയായിരുന്നു? ഇനി വരുന്ന ഈ ആഴ്ചയുണ്ട്. സൺഡേ ഉണ്ടാവണോ? അതെ, ശരിയാണ്. സുഷിൻ പ്രഭു പറഞ്ഞത് ശരിയാണ്. സൺഡേ ആയിരിക്കും ഈ വരുന്ന ഞായറാഴ്ച അല്ലേ? ഓക്കെ, എനിക്കിപ്പോ കലണ്ടർ കലണ്ടർ വന്നിട്ടുണ്ട്. ഞാൻ കലണ്ടർ കൊണ്ട് എത്തിക്കാം. സുമാജിക്കാണെങ്കിലും മീരാജിക്കാണെങ്കിലും കലണ്ടർ ഞാൻ ഈ ആഴ്ച എത്തിക്കാം. സുശീം പ്രഭുവിനെ അവിടെ എത്തിക്കാൻ ഈ ആഴ്ച എത്തിക്കാൻ നോക്കാം. ഓക്കെ, ഹരേ കൃഷ്ണ. എനിക്ക് കലണ്ടർ വേണം. എനിക്ക് എത്ര കലണ്ടർ വേണം? എന്തോ? ഏത് കലണ്ടർ? ഹരേ കൃഷ്ണ കലണ്ടർ അല്ല, വൈഷ്ണവ കലണ്ടർ. വൈഷ്ണവ കലണ്ടർ. വൈഷ്ണവ കലണ്ടർ എത്തിക്കാം. നമുക്ക് ഒരെണ്ണം മതി പ്രഭു. ഓക്കെ, ഞാൻ എത്തിച്ചോളാം. ഓക്കെ, അപ്പൊ ഞാൻ ഈ വെള്ളിയാഴ്ച തന്നെ എത്തിക്കാം. ഗോവിപ്രഭുവിനെ ഷെഡ്യൂൾ ചെയ്തേക്കാം. ഓക്കെ, ഗോവിപ്രഭു. അവിടെ ഒന്ന് മേടിക്കാം പ്രഭു. ഞാൻ ചന്ദനം വിട്ട് അവിടെ ഒന്ന് മേടിക്കാം. ഓക്കെ, നോ ഇഷ്യൂ. ഹരേ കൃഷ്ണ. നാളെ വന്നാൽ മതി, നാളെ വന്നിരുന്നാൽ മതി, ഇന്ന് വന്നാലും മതി. അപ്പൊ ഹരേ കൃഷ്ണ. ഓക്കെ, നമ്മള് സമയം ഒരുപാട് അതിക്രമിച്ചിരിക്കുന്നു. കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യാം. സുമാജി തല ചൊറിയുന്നു. ഹരേ കൃഷ്ണ. സിദ്ധയെ കണ്ടില്ല. ഇല്ല, സിദ്ധ വിളിക്കരുത് പ്ലീസ്. പിന്നെ ഒരു രക്ഷയില്ല. വിളിക്കുന്നത് മിരാജിയെ കേട്ടോണേ, നോട്ട് ദ പോയിന്റ്. ഹരേ കൃഷ്ണ. അല്ല, എന്റെ ഈ ഇരിപ്പിൽക്ക് സിദ്ധ വന്നാൽ ശരിയല്ല, എല്ലാം കൂടി തകടം പറയും. അത് കാരണം വെള്ളിയാഴ്ച നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പ്രഭു. ഇതെല്ലാം എന്തെല്ലാം നമുക്ക് നോട്ട് ചെയ്യാൻ വെക്കണം ഈ തലക്കകത്തല്ലേ? ഹരേ കൃഷ്ണ. ഓക്കെ, അപ്പോൾ മാത്രവും അപ്പൊ ഇന്ന് 5 or 10? 5 മതി. ഓക്കെ, മീരാജി ഒരുപാട് ക്ഷീണിച്ചിരിക്കുക. 5
4 3 2 ആ 1 ആ 0. ടിം എന്ന് പറയുന്നതിന് മുമ്പിട്ട് സ്മിതമാതയുടെ മെസ്സേജ് ഫെബ്രുവരി 7-ാം തീയതിയാണ് ഏകാദശി. ഓക്കെ അല്ലേ? ഹരേ കൃഷ്ണ. അപ്പോൾ ഡിം ഹരേ